ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചായയുടെ കഥയുമായിട്ടാണ്. ചായയുടെ കഥ തുടങ്ങുന്നത് ഒരു അബദ്ധത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ചായ ഉണ്ടായത് ഒരു അബദ്ധത്തിൽ നിന്നാണ്. അപ്പോൾ ആ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫിറോസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാനീയമാണ് ചായ എന്നൊക്കെ പറയുന്നത് അല്ലേ. കാര്യം നമുക്ക് ചായ കുടിക്കാൻ പോകാം എന്ന് പറയുന്ന ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ചായ കുടിച്ച് രണ്ട് സൊറയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും ഒരു ഉണർവ് കിട്ടും എല്ലാവർക്കും. എന്നാൽ ഈ ചായ ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലല്ല, ചൈനയിലാണ് ചായ ഉണ്ടായതെന്നാണ് ഐതിഹ്യം. അതിലൊരു കുഞ്ഞു കഥ ഞാൻ പറഞ്ഞുതരാം. ക്രിസ്തുവിന് മുമ്പ് 2737 ചൈന ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയായ ഷെൻനുങ് എന്നയാൾ ഒരു ദിവസം ചൂടുവെള്ളം കുടിക്കുകയുണ്ടായി. ആ സമയത്ത് കാട്ടിൽ നിന്നും ഒരു ഇല പറന്നു വന്ന് ആ ചൂടുവെള്ളത്തിൽ വീണു. ചൂടുവെള്ളത്തിൽ വീണപ്പോൾ ആ വെള്ളത്തിനൊരു നിറവ്യത്യാസവും അല്പം മണവും ഒക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അതൊന്ന് കുടിച്ചു നോക്കി. ആഹാ, കൊള്ളാലോ, നല്ല രുചിയും മണവുമുള്ള ഒരു വ്യത്യസ്തമായ പാനീയം. അങ്ങനെയാണ് ചായയുടെ ഉത്ഭവം എന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ചായ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പാനീയമായ വൈകുന്നേരം കുടിക്കുന്ന ആ രീതിക്കല്ല, ഒരു ഔഷധമായിട്ടായിരുന്നു ചായ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് ചായ പല രീതിയിൽ പ്രചാരത്തിലെത്തുകയും കൊറിയ, ജപ്പാൻ അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്തു. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ഈ ചായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തി. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്യൻ വ്യാപാരികൾ ചൈന സന്ദർശിച്ചപ്പോൾ ഈ പാനീയത്തെക്കുറിച്ച് കേൾക്കുകയും അവരത് കൂടുതലായി പർച്ചേസ് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ആദ്യകാലത്ത് ഇത് സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു പാനീയമായിരുന്നില്ല. ഉന്നതരായ സമ്പന്നരായ വീടുകളിൽ മാത്രമായിരുന്നു ചായ എന്ന പാനീയം ഉണ്ടായിരുന്നത്. ബ്രിട്ടനിലെ കാതറിൻ രാജ്ഞി ചായ കുടിക്കുന്ന ഒരു ഫാഷനായിട്ട് തന്നെ മാറ്റിയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലും മറ്റും ഇത്തരം ചായ പാനീയം വളരെ പ്രചാരം നേടി. ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗോത്രവർഗ്ഗക്കാരായ കുറേ പേർ ഈ ചായ ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. എന്നാൽ ബ്രിട്ടീഷുകാരാണ് ഈ ചായക്ക് ഇന്നത്തെ ഒരു പ്രചാരം നൽകിയത്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ചൈനയിൽ നിന്നുമായിരുന്നു ചായയുടെ ഇലയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഭീമമായ തുക അന്ന് വേണ്ടി വന്നിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമുക്കെന്നാൽ ഇന്ത്യയിൽ ഇതിൻ്റെ കൃഷി തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് ആസാമിൽ ഇതിൻ്റെ സ്വാഭാവികമായി വളരുന്ന ചെടികൾ കണ്ടെത്തുകയും പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലും തേയില അല്ലെങ്കിൽ ചായപ്പൊടി ഒക്കെ എത്താൻ കാരണമായത്. നമ്മുടെ മൂന്നാർ, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കൃഷി വളരെ വ്യാപകമായി ചെയ്യുകയുണ്ടായി. ഈ ചായയുടെ പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? മന്ദാരിൻ എന്ന ചൈനീസ് ഭാഷയിൽ ച എന്ന പേരിൽ നിന്നാണ് ചായ എന്ന പേര് പിന്നീട് പ്രചാരം നേടിയത്. ഇന്ന് ഒരുപാട് പേര് ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത് ചായയാണെന്ന് തോന്നുന്നു. സുലൈമാനി, കട്ടൻ ചായ, അതുപോലെ പാൽ ചായ, മസാല ചായ, ഗ്രീൻ ടീ, അങ്ങനെ പലവിധ ചായകൾ ആൾക്കാരിപ്പോൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചായയുടെ ഒരു അല്ലെങ്കിൽ ചായപ്പൊടിയുടെ ഒരു കഥയെന്ന് പറയുന്നത്. അബദ്ധത്തിലുണ്ടായ ഒരു പാനീയമാണ് ചായ. എന്നാൽ നമുക്ക് ഇന്ന് ചായ ഒഴിച്ച് ഒരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും ചായ കുടിക്കുന്നവരുണ്ട്, 2-3 ചായ കുടിക്കുന്നവർ വരെയുണ്ട്. അത്യമൊക്കെ ആണെങ്കിൽ ഡെയിലി 2 ചായ കൂടുതൽ കുടിക്കുന്ന ആളാണ്. അപ്പം ചായയോട് ശീലമാക്കിയവർക്ക് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചായയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ.